വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ആൾരൂപ സമർപ്പണങ്ങൾ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. വലിയ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ ആൾരൂപ സമർപ്പണം നടത്താനായിട്ടുള്ള സംവിധാനങ്ങൾ നിലവിൽ ക്ഷേത്രത്തിലില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ചെല്ലുന്ന ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വന്തമായി ആൾരൂപം വാങ്ങിച്ചു കൊണ്ടുപോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അത് വെള്ളിയുടെ മാത്രം വാങ്ങുക, സ്വർണം, ചെമ്പ്, മരം തുടങ്ങിയുള്ള സാധനങ്ങൾ വാങ്ങാതിരിക്കുക. വെള്ളിയുടെ മാത്രം വാങ്ങുക. വളരെ വില കുറവിൻ്റെ, അതായത് തൂക്കം കുറവിൻ്റെ വാങ്ങിച്ചാൽ മതി. ഇത് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കയറി, അകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം ആൾരൂപം ഒരു വാഴയിലയുടെ പീസിലേക്ക് വെച്ചിട്ട് വാഴയിലയും ഈ ആൾരൂപവും രണ്ടും വൃത്തിയായി കഴുകി കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് കയറി ഭഗവാനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ശരീരഭാഗത്തിൻ്റെ അസുഖം, അല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ അസുഖം, അല്ലെങ്കിൽ എൻ്റെ ഈ രോഗം ഞാൻ എൻ്റെ ഈ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ രൂപത്തിലേക്ക് ആവാഹിച്ച് അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. എൻ്റെ അസുഖം ഇതോടുകൂടി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനകത്തേക്ക് 1 രൂപയോ 5 രൂപയോ ഏതെങ്കിലും നാണയം കൂടി കൂട്ടി ഒഴിഞ്ഞ് വേണം സമർപ്പിക്കാൻ. ഇത് ചില ക്ഷേത്രങ്ങളിൽ തിരുമേനിമാർ തിരുനടയ്ക്ക് സമർപ്പിച്ചോളൂ എന്ന് പറയും, എന്നിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കും. അതാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ഭണ്ഡാര നിക്ഷേപമാണ് ചെയ്യേണ്ടത്. ചില ക്ഷേത്രങ്ങളിൽ ഭണ്ഡാര നിക്ഷേപമായിരിക്കും. അത് ഏറ്റവും അകത്തുള്ള ഭണ്ഡാര നിക്ഷേപം ചെയ്യാനായിട്ട് തയ്യാറാവരുത്. പുറത്തുള്ള ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. കാരണം അകത്തുള്ള ഭണ്ഡാരത്തിൽ ഒഴിഞ്ഞിടുന്ന പൈസകൾ മാക്സിമം ഒഴിഞ്ഞിടാതെ ഇരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതാണ് അതിൻ്റെ രീതി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുക. അത് അവിടുത്തെ താന്ത്രിക വിധി എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ തന്നെ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ പുതിയത് വാങ്ങിച്ച് ഇലയിൽ കരുതി കഴുകി ഒഴിഞ്ഞെടുത്ത് ആൾരൂപത്തെ സമർപ്പിച്ച് നോക്കൂ. ഫലം സുനിശ്ചയമായും ലഭിക്കുന്നതായിരിക്കും. ഓം ഗം ഗണപതയേ നമഃ.